നിറവിലേക്ക് സ്വാഗതം. വിശുദ്ധിയുടെ വളർച്ചയിലേക്കുള്ള യഥാർത്ഥ പാതയാണ് ജപമാല. വിശ്വാസികൾ മറിയത്തെ വണങ്ങുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ അവൾ അവരെ സ്വപുത്രനിലേക്കും അവിടുത്തെ ബലിയിലേക്കും നയിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവ് ആരംഭിക്കാം. കാണുന്നു ഞാൻ തിരുവോസ്തിയിൽ എന്നേശുവേ നിന്നെ മുറിവേറ്റമേനിയും മഹനീയ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ നീ സഹിച്ച പാടുപീഡകളും കാണുന്നു ഞാൻ തിരുവോസ്തിയിൽ എന്നേശുവേ നിന്നെ മുറിവേറ്റമേനിയും മഹനീയ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ നീ സഹിച്ച പാടുപീഡകളും യേശുനാഥ നീ എൻ ജീവനിൽ വാഴുവാൻ ഉള്ളിൽ വെമ്പലോടെ കാത്തിരിപ്പു ഞാൻ. യേശുനാഥ നീ എൻ ജീവനിൽ വാഴുവാൻ ഉള്ളിൽ വെമ്പലോടെ കാത്തിരിപ്പു ഞാൻ. കാലമെത്ര കഴിഞ്ഞാലും ലോകമെത്ര വളർന്നാലും നിനക്കെന്നോടുള്ള സ്നേഹമെത്ര ചഞ്ചലം. കാലമെത്ര കഴിഞ്ഞാലും ലോകമെത്ര വളർന്നാലും നിനക്കെന്നോടുള്ള സ്നേഹമെത്ര ചഞ്ചലം. ഈശോ നീയല്ലാതെ ആരുമില്ല ഈ ഭൂമിയിൽ, എന്നുമെൻ്റെ നന്മ മാത്രം ആഗ്രഹിപ്പോനായി. ഈശോ നീയല്ലാതെ ആരുമില്ല ഈ ഭൂമിയിൽ, എന്നുമെൻ്റെ നന്മ മാത്രം ആഗ്രഹിപ്പോനായി. നിന്നിൽ മാത്രമാണെൻ്റെ ഏക ആശ്രയം. യേശുനാഥ നീ എൻ ജീവനിൽ വാഴുവാൻ ഉള്ളിൽ വെമ്പലോടെ കാത്തിരിപ്പു ഞാൻ. യേശുനാഥ നീ എൻ ജീവനിൽ വാഴുവാൻ ഉള്ളിൽ വെമ്പലോടെ കാത്തിരിപ്പു ഞാൻ. എത്ര ഉയരമതേറിയാലും നിന്റെ കരവലയത്തിലായി
വിനയപൂർവം കഴിയുവാൻ എളിമ നൽകണമേ. എത്ര ഉയരമതേറിയാലും നിന്റെ കരവലയത്തിലായി വിനയപൂർവം കഴിയുവാൻ എളിമ നൽകണമേ. ഈശോ നീയല്ലാതെ ആരുമില്ല ഈ ഭൂമിയിൽ എന്നും എൻ്റെ തീരാ ദുഃഖവും പങ്കിടുവാനായി. ഈശോ നീയല്ലാതെ ആരുമില്ല ഈ ഭൂമിയിൽ എന്നും എൻ്റെ തീരാ ദുഃഖവും പങ്കിടുവാനായി. മരിക്കുവോളം നിനക്കായി വേല ചെയ്തിടാം. കാണുന്നു ഞാൻ തിരുവോസ്തിയിൽ എന്നേശുവേ നിന്നെ മുറിവേറ്റമേനിയും മഹനീയ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ നീ സഹിച്ച പാടുപീഡകളും കാണുന്നു ഞാൻ തിരുവോസ്തിയിൽ എന്നേശുവേ നിന്നെ മുറിവേറ്റമേനിയും മഹനീയ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ നീ സഹിച്ച പാടുപീഡകളും. യേശുനാഥ നീ എൻ ജീവനിൽ വാഴുവാൻ ഉള്ളിൽ വെമ്പലോടെ കാത്തിരിപ്പൂ ഞാൻ. യേശുനാഥ നീ എൻ ജീവനിൽ വാഴുവാൻ ഉള്ളിൽ വെമ്പലോടെ കാത്തിരിപ്പൂ ഞാൻ. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ബ്രദർ ശശി ഇമ്മാനുവൽ ആണ്. നമ്മുടെ അടുപ്പം ആരോടാണ്? നാം ദൈവത്തോട് അടുക്കുന്നില്ലെങ്കിൽ ആ ഒരു സ്പേസ് ആർക്കുള്ളതാണ്? ഈ വിഷയമാണ് അദ്ദേഹം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു മനോഹരമായ വാക്യം, ഒരുവൻ ദേവാലയത്തിലേക്ക് പോകാത്തതിൻ്റെ കാരണം ദേവാലയം ദൂരെയായതുകൊണ്ടല്ല, അവൻ ദൈവത്തിൽ നിന്ന് ദൂരെയായതുകൊണ്ടാണ്. ഒരുവൻ ദേവാലയത്തിലേക്ക് പോകാത്തത് ദേവാലയം ദൂരെയായതുകൊണ്ടല്ല, അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെയായതുകൊണ്ടാണ്. ഈ മഹാമാരിയുടെയൊക്കെ നടുവിൽ ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നു. കൂദാശകളും വിശുദ്ധ ബലിയർപ്പണമൊക്കെ നമുക്ക് തടസ്സപ്പെട്ട ഒരു സമയം. ഇതിനിടയിൽ എപ്പോഴോ ഒരു ഇളവൊക്കെ വന്ന സമയത്ത് ഒരു ദേവാലയത്തിൽ ഒരു തുറന്നിട്ട ഒരു കുഞ്ഞ് വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ആളൊഴിഞ്ഞ അൾത്താരയിലേക്ക് നോക്കി വെറുതെ കുറച്ച് സമയം ചെലവഴിക്കാനായിട്ടിടയായി. അപ്പം അൾത്താരയിൽ അന്നൊരു വെള്ളിയാഴ്ചയാണ്. പ്രത്യേകിച്ച് ആ ദേവാലയം വ്യാകുല മാതാവിന് സമർപ്പിതമാണ്. ഒരുപാട് ബലിയർപ്പണങ്ങളും നൊവേനകളും കൊണ്ട് വളരെയധികം മനുഷ്യർ ഓടിയെത്തുന്ന ഒരു വെള്ളിയാഴ്ച ദിവസം. അന്ന് ആ ദേവാലയത്തിൽ ആരുമില്ല. കാരണം കോവിഡിൻ്റെ നിയന്ത്രണങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ 1-2 പേരിയ്ക്കുന്നുണ്ട്. വെറുതെ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാനയില്ലെങ്കിൽ, കൂദാശകളൊന്നുമില്ലെങ്കിൽ, കുമ്പസാരമില്ലെങ്കിൽ,
ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നാൽ എനിക്ക് എന്ത് കുഴപ്പമാണുള്ളത്? അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്കുണ്ടോ? ഇത്രയും ഒക്കെ മുന്നോട്ട് പോയില്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോൾ മനസ്സിൽ വരുന്ന മറ്റൊരു ചിത്രം ഒരു സുഹൃത്തായ വൈദികൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, കോവിഡിൻ്റെ ആ ഒരു ലോക്ക്ഡൗണൊക്കെ വന്ന സമയത്തും അത് കഴിഞ്ഞ് ഇളവുകളൊക്കെ വന്നപ്പോഴും പല അക്രൈസ്തവ കുടുംബങ്ങളിലും സായാഹ്നത്തിൽ സന്ധ്യാനാമജപം അവരുടെ വിശ്വാസം ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഇടവകയിലെ അനേക ക്രൈസ്തവ കുടുംബങ്ങളിൽ ഒരു പ്രാർത്ഥനയില്ല, ഒരു ഓൺലൈൻ കുർബാനയില്ല. ഈ ഒരു മഹാമാരിയുടെ നടുവിൽ അടഞ്ഞ ദേവാലയങ്ങളും നിലച്ച ബലിയർപ്പണങ്ങളും ഒക്കെ ഒരു ഉപകാരമായിട്ട് കരുതുന്ന കുറേ മനുഷ്യർ. എന്നാൽ ഇതൊന്നും മറ്റ് മതസ്ഥരായ സഹോദരങ്ങൾക്ക് ബാധകമല്ല. അവർ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നു, നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയും ആധ്യാത്മികതയും ഒക്കെ ഇല്ലാതായ ഒത്തിരി കുടുംബങ്ങൾ എൻ്റെ ഇടവകയിലുണ്ട്. സങ്കടത്തോടെയാണ് അച്ഛനത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒഴിഞ്ഞ ദേവാലയത്തിലിരുന്ന് അൾത്താരയിലേക്ക് നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ ചിന്തിച്ചു, ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നാൽ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? പ്രിയമുള്ളവരെ, അപ്പോൾ എനിക്ക് കിട്ടിയൊരു ബോധ്യം, ഞാൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ഒരുവൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഞാൻ വേറെ ചിലതുമായിട്ട് അടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിനോട് ഞാൻ അടുക്കാതിരിക്കുക സാധ്യമല്ല. അപ്പോൾ ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുകയും ബലിപീഠങ്ങൾ നിശ്ചലമായി ഒക്കെ ജനങ്ങൾക്ക് ബലിയർപ്പിക്കാനാവാതെ പോവുകയും കുമ്പസാരക്കൂടുകൾ അല്ലെങ്കിൽ കുമ്പസാരത്തിൻ്റെ ആ ഒരു സാധ്യതകൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആരോടാണ് അടുക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുവൻ ദൈവത്തോട് അടുക്കാതെ പോകുമ്പോൾ അവൻ അടുക്കുന്നത് വേറെ ചിലതിനോടാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവം സ്നേഹമാണ്. ദൈവമാകുന്ന സ്നേഹത്തോട് ചേർന്ന് ഇരിക്കാത്ത ഒരു മനുഷ്യൻ തീർച്ചയായും സ്നേഹത്തിൻ്റെ വിപരീതമായ ഒന്നിലേക്കെത്തും, വെറുപ്പ്. ഇന്ന് പരസ്പരം വെറുപ്പിൻ്റെയും പകയുടെയും സ്വയം തന്നെ വെറുക്കുന്നവരുടെയൊക്കെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കാം, ഞാൻ ദൈവത്തോട് അടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ മറ്റു ചിലതിനോട് അടുക്കുന്നുണ്ട്. ദൈവം സ്നേഹമാണെങ്കിൽ സ്നേഹത്തോടടുക്കാത്ത ഞാൻ വെറുക്കാൻ തുടങ്ങും, വെറുക്കാൻ പഠിക്കും, വെറുപ്പിക്കാൻ പഠിക്കും. 2, ദൈവം പ്രകാശമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. പ്രകാശമായ ദൈവത്തോട് ഞാൻ അടുക്കാതെ പോകുമ്പോൾ എൻ്റെ ജീവിതം ഇരുട്ടിലാണ്. എൻ്റെ ഉള്ളിലെ തിന്മകൾക്ക് കനം വയ്ക്കാൻ തുടങ്ങുന്നു. അശുദ്ധിയും ആസക്തിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. അതുപോലെ ദൈവം ആനന്ദമാണ്. അതുകൊണ്ടാണല്ലോ മറിയം പറഞ്ഞ, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതുകൊണ്ടാണല്ലോ സെയിൻറ്റ് പോൾ പറഞ്ഞത്, കർത്താവിൽ സന്തോഷിക്കുവിൻ, കർത്താവിൽ ആനന്ദിക്കുവിൻ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ആനന്ദിക്കുവിൻ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കാത്ത സമയങ്ങളിൽ ഞാൻ നിരാശയോടും ദുഃഖത്തോടും ചേർന്ന് നടക്കാൻ നിർബന്ധിതനാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കാതെ പോകുമ്പോൾ, ഒരുവൻ ദൈവത്തെ ആരാധിക്കാത്ത സമയത്ത് അവൻ മറ്റു ചിലതിനെ ആരാധിക്കാൻ തുടങ്ങും. അവൻ്റെ ഉള്ളിൽ മറ്റു ചില ദൈവങ്ങൾ ഉണർന്നെഴുന്നേൽക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ പണത്തോടാകാം, ജഡിക സുഖങ്ങളോടാകാം, ചില ആൾ ദൈവങ്ങളോടാകാം, ചില ആശയങ്ങളോടാകാം അവൻ്റെ ആരാധന. അപ്പം അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങൾ 63 ആരംഭത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അങ്ങയെ കാണാതെ എൻ്റെ ഹൃദയം ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ ദൈവമേ അത് തളരുന്നു. 42 സങ്കീർത്തനത്തിലും ദാവീദ് പറയുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായിട്ട് ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടുകൂടാ. ഒരു ചിന്തകൻ പറഞ്ഞു, പരമമായ യാത്രയ്ക്കുള്ള ഒരു പ്രലോഭനമാണ് ദൈവം. അതിനൊരു വിശ്വാസമാക്കാതെ അന്വേഷണമാക്കുക. നമുക്ക് സംഭവിച്ചത്, ദൈവത്തെ ഒരു വിശ്വാസമാക്കി നമ്മൾ ഒതുക്കിക്കളഞ്ഞു. ഒരു ഞായറാഴ്ച കുർബാനയ്ക്കപ്പുറം, ഒരു സായാഹ്നത്തിലെ നമ്മുടെ എല്ലാ അലച്ചിലുകൾക്കും ശേഷം കണ്ടെത്തുന്ന ഇത്തിരി സമയത്തിനപ്പുറത്ത് ദൈവത്തെ നമ്മളൊരു അന്വേഷണമാക്കാതെ ഒരു വിശ്വാസമാക്കി മൂലക്കിരുത്തി. ഇപ്പോൾ
നമ്മളെ അടഞ്ഞ ദേവാലയങ്ങളും ജനപ്രാതിനിധ്യമില്ലാതെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളും ഭാരപ്പെടുത്താതിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ മറക്കരുത്, ഇഫ് ഗോഡ് ഡസൻ ടച്ച് യുവർ ഹാർട്ട്, ഡെവിൾ ഷുവേർലി വിൽ ടച്ച്. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തൊടുന്നില്ല എങ്കിൽ തീർച്ചയായും പിശാച് നമ്മുടെ ഹൃദയങ്ങളെ തൊടാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഇപ്പോൾ ആരോടാണ് അടുത്തത്? ഈ മഹാമാരിയുടെ ഈ എല്ലായിടവും സ്തംഭിച്ച് നിൽക്കുന്ന ഈ സമയത്ത് പ്രിയമുള്ളവരെ, ഞാൻ ആരോടാണ് അടുത്തത്? ദൈവത്തിൽ നിന്ന് അകന്ന ഞാൻ വേറെ എന്തിനോടെങ്കിലും അടുത്തിട്ടുണ്ടോ? ഈ നാളുകളിൽ നമുക്ക് ചുറ്റും ഒരുപാട് സങ്കടകരമായ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റും. വളരെ ക്രൂരമായ, വളരെ വേദനാജനകമായ വാർത്തകൾ. അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയണം, ദൈവമെന്ന് പറയുന്ന ആ പരമസത്യത്തോട്, ആ പ്രകാശത്തോട്, സ്നേഹത്തോട് ചേരാത്ത നിമിഷങ്ങളിലെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റ് ചിലതിനോട് അടുക്കാൻ തുടങ്ങുന്നു. തിന്മയോടും അതുപോലെ മരണത്തോടും. ദൈവം ജീവനാണ്, അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് ഈശോ പറയുമ്പോൾ, ആ ജീവനോട് ചേരാത്തിടത്ത് മരണം ഭരണം നടത്താൻ തുടങ്ങുന്നു. 84-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം മനോഹരമാണ്. അവിടെ പറയുകയാണ്, ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇന്ന് ചില ഭവനങ്ങളൊക്കെ ദുഷ്ടതയുടെ കൂടാരങ്ങളാണ്. തീറ്റയും കുടിയും പല കാര്യങ്ങളും. അവിടെ ദൈവം ഇല്ലാതെ പോകുന്നു. തിന്മ അവിടെ പ്രാധാന്യം നേടുന്നു. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ സങ്കീർത്തകൻ പറയുകയാണ്, ദൈവമേ, നിന്റെ ആലയത്തിൻ്റെ ഒരു ഡോർ കീപ്പർ ആകുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു ദേവാലയത്തിലേക്ക് പോകാൻ, ഒരു പ്രാർത്ഥന ആരാധനാലയത്തിലേക്ക് പോകാനൊക്കെ ആവാത്ത വിധം നമ്മൾ ബിസിയാണ്, വളരെയധികം തിരക്ക് നിറഞ്ഞവരാണ്. അപ്പോൾ ഇന്ന് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ നമ്മൾ വസിക്കുന്നു, ഒരു കുഴപ്പമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാകുന്നത് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഒരിക്കൽ മദർ തെരേസയോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മഠമുണ്ട് ലോകത്തിൽ? അതിന് മദർ തെരേസ കൊടുത്ത മറുപടി, നമ്പർ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, വെറുതെ അവർക്ക് 250 മഠം ഉണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുക. മദർ തെരേസ പറഞ്ഞു, ഞങ്ങൾക്ക് 250 കോൺവെൻ്റ് ഉണ്ട് എന്നല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് 250 സക്രാരികളുണ്ട് എന്നാണ്. നിങ്ങൾക്ക് എത്ര ഹൗസസ് ഉണ്ട് ലോകത്തിൽ? എത്ര സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി കോൺവെൻറ്റ്സ് ഉണ്ട്? വി ഹാവ് 250 യൂക്കരിസ്റ്റിക് ആ ഒരു സാന്നിധ്യത്തെ നോക്കിയിട്ട് പറഞ്ഞു, അത്ര സക്രാരികൾ ഞങ്ങൾക്കുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കാം. ദേവാലയം അകലെയായതുകൊണ്ടല്ല ഞാൻ ദേവാലയത്തിലേക്ക് പോകാത്തത്, എൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെയായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. നമുക്ക് ദേവാലയങ്ങളെ സ്നേഹിക്കാൻ കഴിയട്ടെ. നമുക്ക് ദേവാലയങ്ങളിൽ വസിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തി മറ്റെവിടെയാണ് എനിക്ക് കിട്ടുക? അതുകൊണ്ട് ദീർഘകാലം കുമ്പസാരിക്കാനൊന്നും ആവാതെ പോയ ഒരു സുഹൃത്ത് ഈ അടുത്ത നാളുകളിൽ കോവിഡിൻ്റെയൊക്കെ ഒരു ഇളവുകൾക്കിടയിൽ ഒന്ന് കുമ്പസാരിച്ചിട്ട് കൂട്ടിച്ചേർത്തു, ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഇവിടമാണ് എന്നെൻ്റെ ഹൃദയം പറയുന്നു. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് ദ വേൾഡ് ഈസ് ദ കൺഫെഷൻ ബോക്സ്. കാരണം അവിടെ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സ്വസ്ഥതയും വേറെ എവിടെയും എനിക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേരാൻ കഴിയട്ടെ. അടഞ്ഞ ദേവാലയങ്ങളും നിലച്ച ആരാധനകളും ഒക്കെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തണം. എത്രയും വേഗം ദൈവമേ, ഞങ്ങൾക്ക് നിൻ്റെ ബലിപീഠത്തിൽ നിന്ന് നുകരാൻ, നിൻ്റെ
കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകളെ തകർത്ത് വിശുദ്ധി പ്രാപിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങി വരാൻ കഴിയണമേ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനാകുന്നത് പോലും മഹത്തരമാണ് എന്ന് പറഞ്ഞ സങ്കീർത്തകനോടൊപ്പം നമുക്കും ഏറ്റുപറയാം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം വസിക്കുന്ന ദൈവാലയത്തെ സ്നേഹിക്കുന്നു. ആമേൻ. പുതിയ വീഡിയോയും പുതിയ ചിന്തയുമായി നിശ്ചയിച്ച് റെഡിയാണ്. നമുക്ക് പ്രവേശിക്കാം പോസിറ്റീവ് വൈബ്സിലേക്ക്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല, മറിച്ച് നിയമം മനുഷ്യന് വേണ്ടിയാണ് എന്ന ക്രിസ്തു വചനത്തിൻ്റെ സാരാംശത്തിലേക്കാണ് ഈ വീഡിയോ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ കൊച്ചിന്റെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. മാരിയപ്പ, ഇവங்க തന്ന ഷൂ എങ്ക? ഇതിന്റെ സൈഡേ അല്പം കീറിയിട്ടുണ്ടായുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ വേലക്ക് തന്ന ഷൂ എടുത്ത് വിളയോടെ പോയിരിക്കടാ. മനിക്കമ്മ പയ്യൻ തെരിയാമ എടുത്തിട്ട് പോയിട്ടാ. ഇപ്പൊ ശരി പണിത്താറ്. വേണ്ടമ്മ, ഇരിക്കട്ടെ. അത് പറ്റില്ല, വെച്ചോ. പിടി. മോനെ വാ.
ചില പ്രവൃത്തികൾ അങ്ങനെയാണ്. തെറ്റെന്നോ ശരിയെന്നോ നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. കറുപ്പിൻ്റെയോ വെളുപ്പിൻ്റെയോ ചതുരങ്ങളിൽ വേർതിരിച്ച് നിർത്താനാവില്ല. ഇതിനിടയിലുള്ള ഏതൊക്കെയോ നിറങ്ങളാണ് അവയ്ക്ക്. പ്രവൃത്തികൾ ഒരുവൻ്റെ ഉള്ളിലേക്കുള്ള ജാലകങ്ങളാണ്. പക്ഷേ ജാലകങ്ങളിലൂടെയുള്ള കാഴ്ച അപൂർണങ്ങളാണെന്ന് നമുക്കറിയാം. പൂർണ്ണമായി കാണണമെങ്കിൽ ഉള്ളിൽ പ്രവേശിക്കുക തന്നെ വേണം. പലർക്കും നേരെയുള്ള നമ്മുടെ ചൂണ്ടുവിരലുകൾ ഇങ്ങനെ ഭാഗികമായ കാഴ്ചകളുടെ അടിസ്ഥാനത്തിലുള്ളവയാണ്. പ്രവൃത്തികൾക്ക് പിന്നിലെ ഒരുവൻ്റെ ചിന്തകൾ, വികാരങ്ങൾ, മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, ലക്ഷ്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം അറിയാൻ കിടക്കുന്നു. അറിയും തോറും നമ്മുടെ വിധികളുടെയും മുൻവിധികളുടെയും മുനകൾ ഒടിഞ്ഞു തുടങ്ങും. ക്രിസ്തു പുകയുന്ന തിരികളെ കെടുത്താതെയും ചതഞ്ഞ ഞാങ്ങണകളെ ഒടിക്കാതെയും കടന്നുപോയത് അവൻ പൂർണ്ണമായി അറിയുന്നത് കൊണ്ടാണ്. പിന്നെ ഈ വീഡിയോയിൽ കണ്ടതുപോലെ പലപ്പോഴും മുതിർന്നവരെക്കാൾ കൂടുതൽ പൂർണ്ണമായി അറിയുന്നത് ചിന്തകൾക്ക് വേലിക്കെട്ടുകളില്ലാത്ത കുഞ്ഞുങ്ങളാണ്. ഭാഗികമായ കാഴ്ചകൾ വെച്ച് മറ്റുള്ളവരെ, അവരുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നവരാകാതെ കൂടുതൽ പൂർണ്ണമായ കാഴ്ചകൾക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിശുദ്ധിയുടെ വളർച്ചയിലേക്കുള്ള യഥാർത്ഥ പാതയാണ് ജപമാല. ആ ജപമാല മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നിറവ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർമ്മിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാണുന്നു ഞാൻ തിരുവോസ്തിയിൽ എന്നേശുവേ നിന്നെ മുറിവേറ്റമേനിയും മഹനീയ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ നീ സഹിച്ച പാടുപീഡകളും കാണുന്നു ഞാൻ തിരുവോസ്തിയിൽ എന്നേശുവേ നിന്നെ മുറിവേറ്റമേനിയും മഹനീയ സ്നേഹവും എന്നെ വീണ്ടെടുക്കാൻ നീ സഹിച്ച പാടുപീഡകൾ